ഇതുണ്ടോ? ഫ്രണ്ട്സ്, എല്ലാവർക്കും തേക്കുംകുടി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ടെറസിലെ ചോർച്ചയ്ക്ക് ശാശ്വതമായ പരിഹാരം കൊണ്ടാട്ടോ. അപ്പൊ നമ്മളിന്ന് വർക്ക് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് 10 വർഷത്തോളമായി. മെയിൻ സ്ലാബിൽ സ്ലോപ്പ് കുറവുള്ളതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെള്ളം കെട്ടി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഈർപ്പൊക്കെ ഇറങ്ങി തുടങ്ങിയായിരുന്നു. കൂടുതലായിട്ടും കൂരയിലും ചെരുവ് സ്ലാബുകളിലാണ് നന്നായിട്ട് ഈർപ്പ് ഇറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ലീക്കേജ് തടയാനുള്ള മാർഗം എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഷീറ്റ് മേയാന്ന് വെച്ചാൽ അധിക ചെലവാണ്. പിന്നെയുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ പല ബ്രാൻഡിലുള്ള വാട്ടർ പ്രൂഫിംഗ് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് സ്ലോപ്പ് കുറവായതുകൊണ്ട് വെള്ളം കെട്ടി കിടക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വാട്ടർ പ്രൂഫിംഗ് ചെയ്താലും അത് 2-3 വർഷം കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോകും. അങ്ങനെയാണ് നമ്മൾ ടെക്നോസ്റ്റിക്കിന്റെ 339 വാട്ടർ പ്രൂഫ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഈ വാട്ടർ പ്രൂഫിംഗ് ആകുമ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം കെട്ടി നിർത്തിയാലും ലീക്കേജ് ഉണ്ടാവില്ല എന്നാണ് കമ്പനി ഉറപ്പ് നൽകുന്നത്. ഈ വാട്ടർ പ്രൂഫിന് കമ്പനി ലൈഫ് ടൈം ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടെക്നോസ്റ്റിക് 339ന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് തിരിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അധികം പൊറപ്പിക്കാതെ നേരെ വീഡിയോയിൽ പോവാം. മച്ചന്മാരെ, അപ്പം നമ്മുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ള ടെറസിന്റെ മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് പൂപ്പലും പഴയൊക്കെ ആയിരുന്നു. അതെല്ലാം പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അടിച്ച് ക്ലിയർ ചെയ്ത് അല്പം പോലും പൊടി കാര്യങ്ങളൊന്നും ഉണ്ടാവട്ടോ. അടുത്തെല്ലാം ക്ലിയർ ചെയ്ത് നീറ്റാക്കി എടുക്കുന്നത്. അതിനുശേഷം വേണം നമുക്ക് വാട്ടർ പ്രൂഫിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ. നമ്മുടെ കൂരയിലും ചെരുവാർക്കയിലാണ് ആദ്യമായിട്ട് ഈർപ്പിറങ്ങി തുടങ്ങി കേട്ടോ. അപ്പം അങ്ങനെയുള്ളടത്ത് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഷീറ്റ് മെയ്യാണ് ചെയ്തത്. ഷീറ്റ് മെയ്ച്ചിട്ട് അങ്ങോട്ട് വെള്ളം ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ 2 ഇഞ്ചിന്റെ കട്ട വെച്ച് കെട്ടിയപ്പോൾ നമ്മുടെ വാർക്കയുടെ സ്ലോപ്പ് കറക്റ്റ് അല്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് വെള്ളം കെട്ടി കിടക്കാൻ തുടങ്ങി. ചെറുതായിട്ട് അടിയിലിട്ട് ഈർപ്പൊക്കെ ഇറങ്ങി പെയിന്റൊക്കെ പൊളിഞ്ഞു പോകാനായിട്ട് തുടങ്ങിയായിരുന്നു. നമ്മുടെ വാർക്കയുടെ സ്ലോപ്പ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ വാഷ് ചെയ്ത് സെക്കൻഡ് ഡേ വാട്ടർ പ്രൂഫിങ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ വാഷിങ് കഴിഞ്ഞതിന് ശേഷം ചെറിയ കുഴികളൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് അതിന്റെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വാട്ടർ പ്രൂഫിന്റെ ലോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ടെക്നോസ്റ്റിക്കിന്റെ 339 25 ബാഗ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ളത് 1500 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു ബാഗിന് 60 സ്ക്വയർ ഫീറ്റ് ഏരിയ കവറേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. മച്ചന്മാരെ, അപ്പൊ നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ കുഴികളൊക്കെ ഉള്ളിടത്തൊക്കെ നന്നായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് എല്ലാം നല്ല അടിപൊളിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് വാട്ടർ പ്രൂഫ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളില് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഉപയോഗിക്കേണ്ട വിധങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വർക്കേഴ്സിനായിട്ട് ഒരു 50 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട് കേട്ടോ. 20 കിലോയാണ് ഒരു ബാഗ്. ഒരു ബാഗിന് 5 ലിറ്റർ വെള്ളമാണ് കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ചാക്കേപ്പാടെ ഇങ്ങനെ എടുത്ത് കമത്തരുത്. ഇങ്ങനെ കമത്തുമ്പോൾ വെച്ചാൽ കണ്ടമാനം ഇതിന്റെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ നഷ്ടമായി പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കൊലച്ചോറ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വേസ്റ്റായി പോകാത്ത രീതിയിൽ കോരിയിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. ശരിക്കും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. പശയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, നല്ല പിടുത്ത, നല്ല പശയത് ഉണ്ടോ. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആണ് സംഭവം. അപ്പൊ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം ഇനി. അപ്പൊ നമ്മുടെ വാട്ടർ പ്രൂഫിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സൈഡൊക്കെ ആദ്യം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വാട്ടർ പ്രൂഫ് അടിച്ചു വെക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഒരു 3 mm തിക്നെസ്സിലാണ് നമ്മൾ ഫസ്റ്റ് ലെയർ അടിക്കുന്നത് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടോ. നമുക്ക് 6 mm തിക്നെസ്സിൽ വേണം വാട്ടർ പ്രൂഫ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെയർ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ 3 mm തിക്നെസ് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുന്നുണ്ടോ.
കൂടാതെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ ടെക്നോസ്റ്റിക്കിൻ്റെ കമ്പനി 25 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗദിയിലായിരുന്നു ഇത്. അതിനുശേഷം 2005 നമ്മുടെ കൊച്ചിയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി. പിന്നീട് 2014 തൃശ്ശൂർ കടവല്ലൂരിലാണ് നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ ടെറസിൽ മാത്രം ചെയ്താൽ പോരാ. നമുക്ക് ഈ സൈഡ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ചിമ്മിനിയുടെ ഏരിയയൊക്കെ ആണെങ്കിൽ ഒരു 2 അടി ഹൈറ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈർപ്പം വലിക്കാതെ ഇരുന്നോളും. അപ്പോൾ ഇത്രയും ഹൈറ്റുകൾ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈ ടെക്നോസ്റ്റിക്കിൻ്റെ 339 ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന 100% വാട്ടർ പ്രൂഫായ ഒരു ടൈൽ അഡ്ഹസീവ് കൂടി കേട്ടോ. അപ്പോൾ നമുക്കിത് ടെറസ് വാട്ടർ പ്രൂഫിന് മാത്രമല്ല ബാത്റൂമിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഈ 339 ഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന കേട്ടോ. പഴയ ബാത്റൂം ആണെങ്കിൽ നമുക്ക് ടൈല് പൊളിച്ച് കളയാതെ തന്നെ ടൈലോൺ ടൈല് ചെയ്ത് ബാത്റൂം ലീക്കേജ് പൂർണ്ണമായിട്ടും മാറ്റാം. ഒരു കാരണവശാലും വിട്ടുപോയില്ല. 100% ഗ്യാരണ്ടിയാണ്. ലൈഫ് ടൈം ഗ്യാരണ്ടി കമ്പനി ഇതിനെ തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഗമ്മിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആട്ടോ ഇത്. നമുക്ക് സാധാ മിക്സർ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മെഷീൻ വെച്ച് അടിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അത് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്ക് ഹെവി ലോഡാണ്. നല്ല പവറുള്ള മെഷീനാണെങ്കിലാണ് നമുക്ക് മെഷീനൊക്കെ കംപ്ലൈൻറ്റ് വരാതിരിക്കുള്ളൂ. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അത് മെഷീൻ തന്നെ ചാടി പോരാൻ നേരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കോട്ടിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് കോട്ട് 3 mm തിക്നെസ്സിലെ എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് സെക്കൻഡ് കോട്ടാണ്. സെക്കൻഡ് കോട്ട് 2 mm തിക്നെസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ വാട്ടർ പ്രൂഫിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീടിനകത്ത് ചൂട് കുറയുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് 2 mm തിക്നെസ് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കോട്ടും ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയി. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ 2 mm തിക്നെസ്സിൽ 2 കോട്ട് നല്ല അടിപൊളിയായിട്ടെല്ലാം അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫൈനൽ കോട്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുന്നത് നമ്മൾ ബ്രഷിനാണ്, പുട്ടുപേട് ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇതുപോലെ ബ്രഷിന് നന്നായിട്ട് വാട്ടർ പ്രൂഫ് നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 mm തിക്നെസ്സിലാട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. വൺ mm തിക്നെസ്സിൽ ഇതേപോലെ ക്ലിയർ ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. നമ്മുടെ ചെറിയ വിള്ളലും ക്രാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫൈനൽ കോട്ട് അടിക്കുന്നതോടെ എല്ലാം ഫില്ലായി നല്ല നീറ്റായിട്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ് തന്നെ കിട്ടുക. അതോടുകൂടി നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് കൂടെ കംപ്ലീറ്റ് ആവും. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ 3 ലെയർ വാട്ടർ പ്രൂഫൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ ഇനി സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം കെട്ടി നിർത്തിയാലും ലീക്കേജ് ഉണ്ടാവില്ല എന്നാണ് കമ്പനി ഉറപ്പ് നൽകുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിന് കമ്പനി ലൈഫ് ടൈം ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ എവിടെയായാലും അത് എത്തിച്ചേരുന്നതാണ്. അത് കരാർ അടിസ്ഥാനത്തിൽ ടെറസ് വാട്ടർ പ്രൂഫിംഗ്, ബാത്റൂം വാട്ടർ പ്രൂഫിംഗ് വർക്കുകളൊക്കെ കമ്പനി ചെയ്തു കൊടുക്കും. കമ്പനി ടെക്നീഷ്യന്മാർ നേരിട്ട് വന്ന് ചെയ്യുന്ന വർക്കുകൾക്കാണ് ലൈഫ് ടൈം ഗ്യാരണ്ടി തരുന്നത്. അതായത് 15 വർഷം ഗ്യാരണ്ടി ആയിട്ട് കമ്പനി നൽകുന്നത്. നമുക്ക് അത്രയും ഗ്യാരണ്ടി ഉള്ള കാരണമാണ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്.
100% ലീക്കേജ് ഉണ്ടാവില്ല. അതിന് എന്തുണ്ടെങ്കിലും അത് കമ്പനി ഉത്തരവാദിത്തമാണ്, അത് ചെയ്തു കൊടുക്കും. ആ ബിൽഡിംഗ് ഉള്ളിടത്തോളം കാലം ഗ്യാരണ്ടി തന്നെയാണ്. നമുക്കിപ്പോൾ ലൈഫ് ടൈം ഗ്യാരണ്ടി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ മച്ചന്മാർക്കും ഗുഡ് ബൈ.